ഹായ് നമസ്കാരം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. ഒരുപാട് കാലമായി ഞാൻ വീഡിയോ ഇട്ടിട്ട് കേട്ടോ. ഇന്ന് അത്തമായതുകൊണ്ട് തന്നെ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. എല്ലാവർക്കും ആദ്യമേ അത്തം ദിന ആശംസകൾ. അപ്പോൾ നമ്മുടെ കുറച്ച് പൂക്കളൊക്കെ എടുക്കാമെന്ന് വെച്ചു. അരളിയുണ്ട്, ജെറേനിയം ഉണ്ട്, പിന്നെ ഒരു ചെമ്പകം പോലത്തെ ഒരു ചെമ്പകമാണെന്നാണ് എനിക്ക് അതിൻ്റെ പേര് കറക്റ്റ് അറിയത്തില്ല, ഒരു വെള്ളപ്പൂ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് എടുത്തു. ജെറേനിയം ഞാൻ ഇന്ന് എടുക്കുന്നില്ല, കുറച്ച് ജമന്തി വാങ്ങിച്ചതുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു കോലം വരയ്ക്കുന്ന പോലെ ഒരു സംഭവം നമുക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ റൗണ്ട് ഉണ്ടല്ലോ, അപ്പോൾ ഞാൻ അതേ തന്നെ അങ്ങ് സെറ്റ് ചെയ്യാമെന്ന് വെച്ചു. ആദ്യം അരളിയല്ല, ജമന്തിയുടെ ഒരു റൗണ്ട് വെച്ചു. കാരണം അത്തത്തിൻ്റെ ദിവസത്തിൽ ആദ്യത്തെ ദിവസം നമ്മൾ ഒരു കളറിലുള്ള പൂക്കളാണ് സാധാരണയായിട്ട് ഇടേണ്ടത്. മഞ്ഞ പൂ ഇടുകയും വേണം. ഞാൻ 3 കളറിലുള്ള പൂക്കളാണ് ഇടുന്നത് കേട്ടോ. പിന്നെ ഒരു റൗണ്ട് നമ്മുടെ അരളി, അത് നമ്മുടെ സ്വന്തം അരളിപ്പൂവാണ്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞത് ചെമ്പകം എന്ന് പറഞ്ഞത്, അത് വെച്ചിട്ടു. അത് മുഴുവൻ കവർ ചെയ്യാനില്ല. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെമ്പകപ്പൂ വെച്ച് സെറ്റ് ചെയ്ത്. നല്ല മണമായി പൂ വിരിയുന്നത്, ഭയങ്കര മണമായത്, എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ ഇത് വെച്ചിട്ട് ഒരു റൗണ്ട് വെച്ച്, അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് വെച്ച്. പിന്നെ ജമന്തി ഇനി ഒരു റൗണ്ട് വയ്ക്കാനില്ലാത്തതുകൊണ്ട് ജമന്തിയും ഇങ്ങനെ സൈഡിൽ വെച്ച് ഒന്ന് സെറ്റ് ചെയ്തെടുത്ത് മുഴുവനായിട്ട്. പിന്നെ ഒരു 2 ചുമന്ന പൂക്കളുണ്ടായിരുന്നു, അതിൻ്റെ പേരെനിക്കറിയത്തില്ല, നല്ല ഭംഗിയാണ്. അത് ഇതുപോലെ അടർത്തി എടുത്തിട്ട് ഇതളുകൾ എടുത്തിട്ട് വെച്ച്, എന്നിട്ട് വെള്ളം തളിച്ചെടുത്ത് നമ്മുടെ അടിപൊളി പൂക്കളം റെഡി.